വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മൾ കളിക്കുന്നത് ബെഡ് വാർസ് ആണ്. ശരി, കണക്റ്റ് ആവുന്നുണ്ട്. നെറ്റ് ജസ്റ്റ് ഓഫായി പോയി. നെറ്റ് ഒന്ന് കണക്ട് ചെയ്തേക്കാം. നമ്മൾ നെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗെയിമിലോട്ട് കയറാം. ഇവിടെ ചിലപ്പോ നമുക്ക് നെറ്റിന്റെ പ്രശ്നമായിരിക്കും. ഒന്ന് ബാക്ക് അടിച്ചിട്ട് കയറി നോക്കാം. സോ ഗൈസ്, അപ്പൊ ഞാൻ ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടി കയറി നോക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി പ്ലേ കൊടുക്കുക. അത് നമ്മളെ ഗെയിമിലേക്ക് ലോഡ് ആവുകയാണ്. അപ്പൊ ഈ കമ്പ്യൂട്ടറിന് എന്റെ ഈ സ്ക്രീൻ റെക്കോർഡറിന്റെ സാധനത്തിന് ഇച്ചിരി പ്രശ്നം പറ്റിയായിരുന്നു. അപ്ഡേറ്റ് അങ്ങോട്ട് പറ്റിയപ്പോഴത്തേക്കും ഇച്ചിരി മാറിപ്പോയതാണ്. അതിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെന്നൊക്കെ കളിക്കാൻ പോകുന്നത് ബെഡ്വാർസ് ഡബിൾസ് ആണ്. ഒരു സമയത്ത് നമ്മളെല്ലാം കളിച്ചിട്ടുള്ളതാണ്. പക്ഷെ നമ്മളെ ചുമ്മാ ഡബിൾസ് എല്ലാം PvP ആണ് ഇതിൻ്റെ അത്. നമ്മളെ രസത്തിന് കളിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ ഗെയിം ഞാൻ കളിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ആ ഗെയിം കളിക്കുന്നതായിരിക്കും. പുതിയൊരു ഗെയിം ഞാനിപ്പോൾ കയറ്റി വെച്ചിട്ടുണ്ട്. അത് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഗെയിം വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും പ്ലേ കൊടുക്കാം. ഞാൻ നമ്മൾ പ്ലേ കൊടുക്കുന്നു. ഏകദേശം നമ്മൾ 1 വർഷമായി ഇപ്പോൾ വീഡിയോ ഉണ്ട്. നമ്മുടെ ഇതൊക്കെ ഈ റെക്കോർഡിന്റെ പ്രശ്നമൊക്കെ ആയിട്ട് നമ്മൾ 1 വർഷമായിട്ട് വീഡിയോ ഇട്ടിട്ടേ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ ഇന്ന് വെളുപ്പിന് റെഡി. ഇന്നലെ 11:30 ആയപ്പോഴത്തേക്കും വർക്ക് തുടങ്ങി. നമ്മള് ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ തീർത്ത്. നമ്മള് ഇപ്പോ രാവിലെ ഒന്ന് റെക്കോർഡ് ചെയ്തായിരുന്നു. അപ്പൊ എന്റെ മൈക്ക് കാണുന്നില്ലായിരുന്നു. മൈക്കല്ല, ഇയർഫോൺ ആണ്. ഈ അടുത്ത് തന്നെ മൈക്ക് വാങ്ങിച്ചു. അതിനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ മൈക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഈ അടുത്ത് തന്നെ നമ്മൾ മൈക്ക് വാങ്ങിക്കുന്നതായിരിക്കും. നമ്മൾ പൈസ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മൈക്ക് നല്ല കമ്പനി നോക്കി നമ്മൾ മൈക്ക് വാങ്ങിക്കുന്നത്. ഏതെങ്കിലും സാധനങ്ങൾ നല്ലതാണ്. വിബ്രോണിക്സിന്റെ ആണ് നോക്കുന്നത്. ഇനി നമുക്ക് കളിയിലേക്ക് കടങ്ങാം. നമ്മളിങ്ങനെ പറഞ്ഞു നിങ്ങളെ മടുപ്പിക്കുന്നില്ല. ഞാനിപ്പോൾ സ്പാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഇച്ചിരി സ്പാം ചെയ്യുമ്പോഴത്തേക്കും നല്ല പെട്ടെന്ന് എത്തും. പണ്ട് ഞാൻ ഭയങ്കര ന്യൂബായിരുന്നു, ഭയങ്കര സ്ലോയായിരുന്നു. നമുക്കൊരു ദൂരം അവിടെ കൊടുക്കാൻ കല്യാണം പാടായിരുന്നു തിരിച്ചു വരാനായിട്ട്, തിരിഞ്ഞു പോകാനായിട്ട്. നമുക്ക് ഈ വോയിഡ് നൈറ്റ് കിറ്റ് എനിക്ക് ആദ്യം ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഭയങ്കര പവറാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഇത് ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞത്. പക്ഷെ ഇത് കളിച്ച് ഇതെങ്ങനെ ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് ഈ ഒരു വോയിഡ് നൈറ്റ് കിറ്റ് OP കിറ്റാണ് മനസ്സിലായത്. നല്ല കിറ്റായിരുന്നു. അതെന്തോ എന്ന് പറയുന്ന കിറ്റ് വെച്ചിട്ട് ആണ് ഞാൻ വെള്ളത്തിന് കളിച്ചത്. പക്ഷെ എനിക്ക് ആ കിറ്റിനകത്ത് കളിക്കുമ്പോഴത്തേക്കും ചില സമയത്ത് എനിക്ക് ആൾക്കാരെ അടിക്കാനായിട്ട് റേഞ്ച് കിട്ടുന്നില്ല. ഇപ്പൊ തൊട്ടടുത്താണേലും റേഞ്ച് കിട്ടുന്നില്ല. അവർക്ക് പക്ഷെ എന്നെ അടിക്കാൻ പറ്റും. അങ്ങനെയായിരുന്നു. ഭയങ്കര ദേഷ്യം വരുന്ന സാധനമായിരുന്നു. ചില സമയത്ത് പെട്ടെന്ന് സ്ക്രീൻ ഇങ്ങനെയൊക്കെ ആവുമായിരുന്നു. കാരണം അത് ദേഷ്യം വന്നിട്ട് ഞാൻ അടിച്ചതായിരുന്നു. ഞാൻ ഈ ടേബിളിൽ ഒരു തട്ട് കൊടുത്തായിരുന്നു. ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്ക്. നമ്മുടെ സ്ഥലത്തോട്ട് വേറൊക്കെ വന്നിരിക്കുകയാണ്. അവന്മാരൊക്കെ അടിച്ചിടാൻ പോവാണ്. അങ്ങനെ അടിച്ചിട്. ഇവിടെ എല്ലാവരും ഇങ്ങോട്ടേക്ക് മാത്രം വന്ന് ഫോക്കസ് ചെയ്ത് നമ്മൾ അടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കളി തുടങ്ങിയില്ല, നമ്മൾ അപ്പുറത്തോട്ടൊന്നും പോയതേ ഉള്ളൂ. എന്തായാലും നമുക്ക് അടുത്ത കളി പിടിക്കാം. ഇപ്പൊ എന്താ ഈ കളി കളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത്ര നേരം ഇത് റെക്കോർഡ് ചെയ്യായിരുന്നു, വേറെ കളിയിലായിരുന്നു. പക്ഷെ ആ റെക്കോർഡിങ് വെച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് നല്ല സൂപ്പറായിട്ട് കളിച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ ഇടയ്ക്ക് വെച്ച്
കറണ്ട് പോയി, പിന്നെ റെക്കോർഡർ എല്ലാം പോയി. 2-3 വട്ടം ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. എല്ലാം പോയപ്പോയി ചെയ്തോണ്ട് 5 മിനിറ്റ് കൂടുമ്പോഴത്തേന് റെക്കോർഡർ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഇപ്പോ റെഡിയാക്കിയതാണ്. ഞാൻ ഇന്നലെ അരമണിക്കൂർ എടുത്ത് റെഡിയാക്കിയതൊക്കെ വെറുതെ. ഇപ്പൊ വേറെ സാധനം റെഡിയാക്കിയത്, വേറെ ഒരു റെക്കോർഡറാണ്. അതിൻ്റെ അകത്ത് പോസിങ്ങിൻ്റെ ഒന്നും ഇല്ല. ഓക്കെ, ഇപ്പം എന്തായാലും അടുത്ത ഗെയിമിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് സാധാരണ ഞാൻ വന്നിട്ട് കളിക്കുന്നതായിരുന്നു, പക്ഷെ ഇപ്പൊ എന്താണെന്ന് അറിയത്തില്ല, കുറെ കാലം കളിക്കാനായിട്ട് കളിക്കുമ്പോഴത്തേക്കും ഭയങ്കര പാടായിട്ട്. പക്ഷെ വേൾഡ് നൈറ്റ് കിറ്റ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് 2 ഉണ്ട്. എന്നെ കൂടി കൂട്ടി 3 ഉണ്ട് എൻ്റെ വേൾഡ് നൈറ്റ് കിറ്റ്. എൻ്റെ വേൾഡ് നൈറ്റ് കിറ്റ് പിന്നെ ഇതാണ്, റെന്റിനുള്ള കിറ്റാണ്. അതുകൊണ്ട് എനിക്ക് 10,000 രൂപ ആവുന്ന കിറ്റ് വാങ്ങിക്കാൻ പറ്റത്തില്ല. 10,000 രൂപ ആയാലും എനിക്ക് കിറ്റ് വാങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ എൻ്റെ 10,000 രൂപ ഇല്ല, 8,000 രൂപയുള്ളൂ. 8,000 രൂപയ്ക്ക് കിറ്റ് വാങ്ങിക്കുന്നതാണ്. പക്ഷെ ഞാൻ 10,000 രൂപയ്ക്ക് കിറ്റ് വാങ്ങിക്കും, എന്തായാലും വാങ്ങി, അതെന്തായാലും വാങ്ങി. ഞാൻ 10,000 രൂപ നമുക്ക് ഇച്ചിരി കൂടി കളിച്ച് ഞാൻ കിറ്റ് വാങ്ങിക്കാനുള്ളതാണ്. നാളെ ഞാൻ ഈ ഒരു അക്കൗണ്ട് ഇട്ട് 1 വർഷമായിട്ട് ഞാൻ ഈ അക്കൗണ്ടിനകത്ത് വീഡിയോസ് ചെയ്തിട്ട് 1 വർഷമായി. ഇങ്ങനെ റെഡിയാക്കണം വിചാരിക്കും, പക്ഷെ നടക്കാറില്ല കൂടുതൽ സമയത്ത്. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ. നമ്മളെന്തായാലും നേരെ ഇതുകൊണ്ടിരിക്കുകയാണ്. അയ്യോ പൊട്ടിക്കില്ല, ഞാൻ പോരാ. ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബെഡിന് കിട്ടും. എന്തായാലും ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബെഡിന് കിട്ടും, പിന്നെ ഇതിന് കിട്ടും, എല്ലാത്തിനും കിട്ടും. എന്താണ് ഞാൻ എടുത്തത്. 2 പേരോട് എടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് യാത്രകളും കുഴപ്പമില്ല, പേടിയാണ്. ഇതിനകത്ത് ഇത്ര ഉയർത്തിട്ടില്ല. പ്രശ്നമുണ്ടാ? മാത്രമല്ല പറ്റുള്ളൂ. അന്നേരം അടിച്ചോ? അയ്യോ, ഞാൻ പെട്ടു. എന്നെ അടിക്കില്ലടാ. അയ്യോ, ഞാൻ എന്നെ ചോടി. രണ്ട് കാലത്ത് വേണ്ടിയുള്ള ആദ്യം തന്നെ 2 പേര് കിട്ടാം. പതിയും 2 പേര്. ഉറപ്പിട്ടിരിക്കും. 8 മിനിറ്റ് ആയിപ്പേ. 8 മിനിറ്റ് കഴിഞ്ഞിപ്പേ. നമ്മുടെ വീഡിയോ ഭയങ്കര ലോങ് ആയി പോകുന്നുണ്ട് എനിക്ക് സംശയം. കാരണം ഞാൻ പണ്ടൊക്കെ 20, 25, 28 അങ്ങനത്തെ റേഞ്ചിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും ആ റേഞ്ച് മാറുക, അത് 50 ഒക്കെ വരിക. ഞാനിപ്പോ കുറേ വട്ടം ചെയ്തിരുന്നത്. ഇത് കഴിഞ്ഞ വട്ടം കൂടി ചെയ്തപ്പോഴത്തേക്കും നമ്മൾ കറക്റ്റ് ആയി. പക്ഷെ ഓഡിയോയ്ക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഓഡിയോ വർക്ക് ചെയ്യുന്നു. നമ്മൾ പിക്ചേഴ്സ് ഒക്കെ 2 വേണം എടുക്കാൻ പാടായിരുന്നു. നമ്മൾ എപ്പോഴും നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ ഞാൻ കളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ക്യാരക്ടറിന്റെ ഫേസ് ഇട്ടുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ 7 കളിച്ച് തീർത്തപ്പോഴത്തേക്കും തീർന്നില്ല, എല്ലാം കളിച്ച് ഏകദേശം തീരാറായപ്പോഴത്തേക്കും ഡിലീറ്റ് ചെയ്ത് ഒരാൾ. ആരാണെന്ന് പറയാൻ പറ്റും. അയാൾ ഡിലീറ്റ് ചെയ്താണ്. ഒരു ദിവസം വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും
ചേട്ടനുമായിട്ട് അടി ഉണ്ടാക്കിയിട്ട് ഒരടിയായിട്ടില്ല. ഞാൻ കളിച്ചങ്ങനെ ചെയ്യുന്നു. ചേട്ടൻ്റെ ആണെന്ന് വിചാരിച്ച് ഞാൻ ഡിലീറ്റ് ചെയ്തു. എൻ്റെ പേരൊന്നും പറയാൻ പറ്റില്ല, എൻ്റെ പ്രായമൊന്നും പറയാൻ പറ്റില്ല. കൊച്ചു കൊച്ചു ഇതായിട്ട് കമ്പ്യൂട്ടറിൻ്റെ കൊച്ചു അതുകൊണ്ട് പിന്നീട് കേറ്റാനും പറ്റില്ല, കളിക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോ നമ്മൾ പിന്നീട് ഇനി ഒന്നുകൂടി കേറ്റും. ഒന്നുകൂടി കേറ്റില്ലോ, ഉറപ്പായിട്ടും കേട്ടണം. നമ്മളെ ബെഡിന്റെ അവിടെ ആളാണ്, അവിടെ പൊട്ടിക്കാൻ നോക്കുക. അത് കുഴപ്പമില്ല, എന്റെ ഇത് പോയില്ല, മറ്റേ സാധനം പോയില്ല, എമറാൾഡ് പോയില്ല. എമറാൾഡ് പോവാൻ ഞാൻ ചാടിച്ചാടി കൊള്ളുന്നു. എന്താ അവരാ ഈ വോയിഡിനേറ്റ്? അത് ഞാനാണ് അറിയാത്തോണ്ട് ചോദിക്കണം, മനസ്സിലാവുന്നില്ല. പുറകെ അടിക്കുന്നു, ഫ്രണ്ടിക്കൂടെ അടിക്കാൻ നോക്കുമ്പോഴത്തേനും പുറകെ അടിക്കുന്നു. മാരി മിക്കവാറും ബെഡ് കുടിച്ചോണ്ട് പോകുന്നില്ല, മിക്കവാറും ബെഡ് കുടിച്ചോണ്ട് പോകും. പിന്നെ ബെഡിന് കവറാണ്. ഇങ്ങനെ ബെഡിന് ഞാൻ നോക്കാൻ പറ്റില്ല. ഇതൊന്ന് തീർത്തേക്കാം. ഓക്കെ, വരുന്നുണ്ട് മതി. പിന്നെ എല്ലാത്തിനാണ് അങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. അടിയോടടിയാണ്, ഓപ്പോസിറ്റ് ഞാൻ തോന്നുന്നു. ഞമ്മടെ അടി കണ്ടിട്ട് ഓട്ടോ സ്ലീപ്പിംഗ് ഞാൻ തോന്നുന്നു. ഭയങ്കരമായിട്ട് അടിക്കുക, ഭയങ്കരമായിട്ട് അടിക്കുക. ഓട്ടോ ക്ലിക്കിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. വോയിസ് നൈറ്റിന് പോലും മറടുത്ത് പിടിച്ചിരിക്കുന്നില്ല, ഓട്ടോ ക്ലിക്ക് ആയി. ഓട്ടോ ക്ലിക്ക് ആണ് എനിക്ക് തോന്നുന്നു. എന്റെ ദുലമായ സംശയം ഓട്ടോ ക്ലിക്ക്. ഇതൊന്ന് പൊട്ടിക്കാൻ അതിന്റെ ഇതൊന്ന് വെക്കാനായിട്ട് മാത്രം സമ്മതിച്ചാൽ ബാക്കിയല്ലേ ഞാൻ എത്ര മതി മാത്രം മതി. ചുമ്മാ അടിച്ചിട്ട് പോകാം, അതൊക്കെ അടിച്ചത് ചുമ്മാ അടിക്കുമ്പോഴത്തേക്കും ഞാൻ ചത്തുപോടാ. എന്താ എനിക്ക് ഹെൽത്ത് ഇല്ലാത്തോണ്ടാണോ, കളിക്കാൻ അറിയാത്തോണ്ടാണ്, എന്തുകൊണ്ടാണ്? പക്ഷെ ഇവിടെ തീ തിന്നുമ്പോഴത്തേക്കും ഇതമാറാണ് കളി. പെട്ടെന്ന് ഫുള്ളാവും ഇതിനും പെട്ടെന്നാണ് ഏറ്റവും സ്പീഡിലാണ്. ഞാൻ മഴ വരുമ്പോഴത്തേക്കും വഴി തടയും. അടിച്ചായിട്ടില്ല,
അടിച്ചോളാനെ ഇമ്മാതിരി അടിയൊക്കെ അടിക്കണ ഇമ്മാതിരി അടിയൊക്കെ അടിക്കാൻ പവറാണ് കൊള്ളത്തില്ല ഇതാ ഞാൻ ഇപ്പൊ ചാവണം എന്നെ വളഞ്ഞ ആൾക്കാർ അത്ര ഉള്ളു ഞാൻ ഇത് ചാവണം അവര് വലിയ സാധനം അപ്ഗ്രേഡ് ചെയ്തിട്ട് ആയിട്ടുള്ളത് ഒരു ചെറിയ അത്യാവശ്യം സ്റ്റീലിന്റെ അത്യാവശ്യം അല്ലേ അയണ്ട അത്യാവശ്യത്ത് അയണ്ട അത്യാവശ്യത്ത് ഞാൻ ഇതുവരെ പോയി അടുത്ത് യാത്ര പോയില്ല ഇതുവരെ അയണ്ട സോഡിച്ച് അടിച്ചിട്ട് ചേർത്തിട്ടില്ല എന്തായാലും ഞാൻ ഇതുവരെ അയണ്ട സോഡിച്ച് അടിച്ചിട്ട് ചേർത്തിട്ടില്ല ഞാൻ എമ്മപ്പുറം ഇട്ടിട്ട് എത്ര വട്ടം കളിച്ചിട്ടുണ്ട് എമ്മപ്പുറം സോഡുണ്ട് സോഡ് വാങ്ങിക്കാം അല്ലാതെ ഇതില്ല ഗ്രിമ്മപ്പുറം ഇൻസ്റ്റന്റിനും ഫാസ്റ്റ് എബിലിറ്റി മാത്രമേ ഉള്ളൂ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റി മാത്രമേ ഉള്ളൂ ജസ്റ്റ് 0.1 സെക്കൻഡ് സാധാരണക്കാളും ഒരു ഇച്ചിരി കൂടി ഫാസ്റ്റ് തുള്ളി ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും ഭയങ്കര ഓട്ടോ ക്ലിക്കിങ് പോലെയൊക്കെ ചെയ്യാൻ പറ്റും ഗ്രിമ്മപ്പുറമാണ് നമ്മൾ എത്തിയിട്ടുണ്ട് വേറെ ഏതെങ്കിലും വേൾഡ് മേറ്റ് ഉണ്ടെന്ന് നോക്കാൻ പറ്റും വേൾഡ് മേറ്റ് ഒന്നുമില്ല ഒറ്റയടിക്ക് മാത്രമാണ് ഒറ്റയടിക്ക് മാത്രമേ ഉള്ളൂ പ്ലെയിൻ ബ്ലൂ ടീമിൽ ഒറ്റയടിക്ക് മാത്രമേ ഉള്ളൂ ബ്ലൂ ടീമിൽ ഒറ്റയടിക്ക് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഒന്ന് വാങ്ങിക്കണം ഇതെന്താ കാണിക്കുന്നേ വയ്യടാ എനിക്ക് എമറാൾഡ് എടുക്കാം ഈ രണ്ട് മിക്കവാറും 10-15 പേരിങ്ങനെ ഓടി അവിടെ ഭൂമിയും തുറന്നുകൊണ്ടിരുന്നു ഞാൻ ഒറ്റയ്ക്ക് അടിച്ചിടാൻ പറ്റില്ല ഞാൻ ട്രൈ ചെയ്യാം എന്റെ പേര് എങ്ങനെ വരും നമുക്ക് എങ്ങനെ വരും എനിക്ക് ബ്രിഡ്ജിങ് അവന്റെ നാളെ ഞാൻ കേറി ഒന്നുമേ ഇല്ല ഒന്ന് പോയി അയൺ എടുക്കണം ബിരിയാണി മതിയാ ഫോൺ എന്തോ പ്രശ്നമുണ്ടോ ചില സ്റ്റോപ്പായിട്ട് ചില സമയത്ത്
ഒരു ഹെഡ്സെറ്റ് വാങ്ങി പോകണം. ഗെയിമിന്റെ മിക്കവാറും ഫിബ്രോണിക്സിന്റെ ഏറ്റവും കൂടുതൽ എന്താണ് അവൻ കാണിക്കുന്നത്? ഇവ പൊട്ടാണ്, ഒളിച്ചു കളിക്കുന്നു മണ്ടൻ. കിട്ടും അവിടെ ഞാൻ കളിക്കുന്ന ഒരാൾ വന്ന് നിൽക്കുമ്പോഴത്തേനും ഫ്രണ്ടി വന്നു, രണ്ടുപേര് ഫ്രണ്ടി വന്ന് നിൽക്കുമ്പോഴത്തേനും അവൻ ഒളിച്ചു കളിക്കും. പൊട്ടനൊക്കെ മരമണ്ടന്മാരൊക്കെ ഇന്നാണ് എടുത്തൊക്കെ അങ്ങനെ ചെയ്യുന്നു. നമ്മൾ അടുത്ത കാണിച്ചത് ഇപ്പൊ എത്രാമത്രാം 3 or 4 മിനിറ്റാണ്. അത്രയ്ക്ക് ഭയങ്കരമായിട്ട് നമുക്ക് കളി കളിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അഡിക്റ്റ് കളി ഒരു രസമുണ്ട്. നന്നായിട്ട് കളിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് തോറ്റ് കഴിയുമ്പോൾ ലീവ് ചെയ്യാൻ പറ്റും. രസമുണ്ട്, അതുപോലെ തന്നെ ഒരു ദേഷ്യം വരും. നമുക്ക് ഒരു രസമുണ്ട്, ഒരു ദേഷ്യമുണ്ട്. എന്ത് രീതി അങ്ങനത്തെ രീതിയിലുള്ള ലിംഗമാണ് ലിംഗമാണ്. പിന്നെ നമ്മൾ ഈ സ്ഥലത്ത് തന്നെ ഞാനിപ്പോ ഇത് കാണുന്നത് മക്കളെ പച്ചനെ അടിയടാ, പച്ചനെ ഓടിയായേ. നീ ഒരു മാസം അടിക്കണോ? ഇവന് എന്ത് പ്രശ്നമാടാ? താങ്ക്സ്, കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നു. ബാരിക്കേഡാണ് വന്നിയാല് നമ്മുടെ കയ്യിലുണ്ടോ ആമ്പും പട്ടി? No, don't do it. Look at this. Buddy, look at this. So cool. Mantap. നമ്മുടെ ബെഡ് പൊടിച്ചിട്ടുണ്ട്.
അത് ഓക്കെ ഉണ്ട്. അയ്യോ ടീമേറ്റ് അപ്പ് ലബൂബു വാങ്ങിച്ചര അത്ര സോ സാഡ്. ആടാ മോശ കൊള്ളാം. നമുക്ക് ഒരാളെ എവിടെ കളിക്കും, ഒരാളെ എവിടെ കളിച്ചു നോക്കാം. ഒരാളെ എവിടെ നമുക്ക് കളിച്ചു നോക്കാം. ആർമറും വാങ്ങിയിട്ടില്ല. നമ്മൾ അമ്മമാരാണ് ഇങ്ങനെ പ്രശ്നം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തോട്ട് പോകാനും പറ്റത്തില്ല. പുറത്തോട്ട് പോകുന്ന ആ സമയത്ത് തന്നെ അമ്മമാര് കയറി വരും. ബെഡിന് പ്രൊട്ടക്ഷനും വെച്ചിട്ടില്ല, ഒരു ഒന്നും വെച്ചിട്ടില്ല. ഞാനാണെങ്കിൽ ഇത് ചുമ്മാ പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് ചെയ്തതാണ്. ആ മഴയൊക്കെ എടുത്തിട്ട് ഞാനിപ്പം കല്ല് വെച്ചായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നത്. കാരണം ഈ കല്ല് വെക്കുമ്പോഴത്തേന് ഇത് വരും. ചിലവന്മാർ ഈ സാധനം അറിയും, ഒരു സാധനം അറിയും ഇതിന്ന് പൊട്ടിത്തെറിക്കുന്ന സാധനം. ആ സാധനം അറിയുമ്പോഴത്തേക്കും എൻ്റെ അകത്തുനിന്നായിരിക്കും ബെഡിനെ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യും. അപ്പം നന്നായിട്ട് നല്ല നല്ല നമുക്ക് എന്താ ചെയ്തില്ല. എന്തായാലും പിള്ളേരെ എല്ലാം പിള്ളേരാ എത്ര ഓടിയിട്ടുണ്ടോ അതിനകത്ത്? ഞാൻ എന്നെ അവിടെ കൂട്ടി രണ്ടു ഞാൻ പുറത്ത് വെക്കട്ടെ. വട്ടി ഇന്ന് ഞാൻ പ്രശ്നമാണ്. ഇവനെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പൊട്ടാണ്, അടിക്കാനും പറ്റുന്നില്ല. എന്റെ തൊണ്ടായിരുന്നു ഇവന്റെ കാരണം നോക്കി ഞാൻ രണ്ടെണ്ണം കൊടുത്തു. മണ്ടനൊക്കെ അവിടെ ആള് വന്നിട്ടുണ്ടെങ്കിൽ അവൻ കുഞ്ഞിരിക്കേ. അവിടെ ആള് വന്നിട്ടുണ്ടെങ്കിൽ അവനോട് വേറെ പരിപാടി ഒന്ന് ബെഡ് പൊട്ടിയിട്ട് ഞാൻ സൗണ്ട് കേട്ടിട്ട് പോയി. ആരാണ് കളിക്കാനും വേണം. അവൻ ചത്ത് മണ്ടൻ. അവൻ അങ്ങനെ തന്നെയാണ് പൊട്ടനൊക്കെ അവൻ ചത്ത്. പിന്നെ മൗസും കീബോർഡ് ഫിബ്രോണിക്സിന്റെ. അപ്പൊ കീബോർഡും ഫിബ്രോണിക്സിന്റെ ഒന്ന് വാങ്ങിക്കാം. ഗെയിമിംഗ് കീബോർഡ് ലൈറ്റിക്കല്ല. അടുത്ത കളിയിലേക്ക് പോവുകയാണ്. അടുത്ത കളികൾ 3 അയൺ നമ്മൾ എടുത്തു വാങ്ങിക്കാറുണ്ട്. നമ്മളിത് പൊട്ടിക്കുന്നു, ഇത് പൊട്ടിക്കുന്നു, അങ്ങോട്ടേക്ക് വരുന്നു, ഇതെടുക്കുന്നു, കുറച്ചേരം ഇവിടെ നിൽക്കുന്നു. 10 അയൺ വെച്ച് വേണം, അതാണ് ഏറ്റവും 10 അയൺ വെച്ച് നമുക്ക് എടുക്കാനായിട്ട്. ഇതൊരു 50 ആയിട്ട് 30 അയണായിട്ട് 50 അയണായി നമുക്കെല്ലാം ചെയ്താം. പിന്നെ ഇവളുടെ കൊടുത്തന്നെ പോവാ. വരി കള്ളേ കള്ളേ
വരൂല. പോവാ. ചത്തോയായിരിക്കും ഞാനൊന്നുമില്ല. ആരൊന്നും കാണാൻ പോലും പറ്റില്ല. പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ഫൈറ്റിന് വേണ്ടി പോവാം. എല്ലിലും ഒന്നും ഇല്ല, അതുകൊണ്ടാണ് എടുക്കാനില്ല. കൊള്ളാലോ, ഇയാള് കൊള്ളാലോ. എന്നെ അടിച്ചിട്ട് പെട്ടെന്നെല്ലാം ചേട്ടാ, എന്നെ അടിച്ചത് എന്നെ അടിക്കാൻ പറ്റത്തില്ലേ? അയ്യോ എന്താ പറ്റിയത്? ബോൾ എടുക്കാം ഒന്നുകൂടി. അത്രേ ഉള്ളൂ. ഞാനും ബോൾ എടുത്തിട്ടുണ്ട്. ഒടുക്കം നിൽക്കാൻ നായൊക്കെ വേറെ അത് ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്താണ് ചെറിഞ്ഞേ? കൊടുക്കവന്റെ തലക്ക് അത്ര ഉള്ളു. കൊടുക്കവന്റെ തലക്ക് അത്ര ഉള്ളു. എത്രട്ടാണേലും നമ്മൾക്ക് വെട്ടാനെങ്കിലും ചത്തല്ലോ. എന്തേലും ഇല്ല. അടിക്കുമായി നായ്ക്കുമാറേ, ഷേപ്പിന്റെ മുന്നേ ഇതിനാ വെള്ളയ്ക്ക മുട്ടയ്ക്ക് താഴെ അണ്ണ ഇവിടെ കാത്തിരിപ്പുണ്ടാ. അണ്ണ ഇങ്ങോട്ട് പോകണ്ട. അണ്ണ എങ്ങനെയാണ് നമുക്ക് അങ്ങനെ വേണ്ടി പറ്റുമോ? ഓ എന്തുവാ ചപ്പ. ഇനി എനിക്ക് പുറത്തു കൊണ്ട് വരും. ഇവിടെ നിൽക്കാനും ചാവും. ഉമ്മാരിപ്പോ വെട്ടാൻ കൊടുക്കും. ഉമ്മാരിപ്പോ ചാടി വരും. Oh, mengkurang aja.
ആ